ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം. ഒന്നാമത്തെ ശീർഷകം യേശുവിന്റെ പുനരുത്ഥാനം, രണ്ടാമത്തെ ശീർഷകം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്നീ വചനഭാഗങ്ങളാണ് 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം, പഠിക്കാം. ചോദ്യം 1. തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി അവർ കല്ലറയുടെ അടുത്തേക്ക് പോയത് എന്നാണ്? വിശുദ്ധ ലൂക്ക 24:1 അനുസരിച്ച് ഉത്തരം എഴുതുക. ഉത്തരം: ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ. ചോദ്യം 2. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയുടെ അടുക്കലെത്തിയ അവർ എന്താണ് കണ്ടത്? ഉത്തരം: കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. ചോദ്യം 3. അവർ ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ ആരാണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്? വിശുദ്ധ ലൂക്ക 24:4 രേഖപ്പെടുത്തിയതനുസരിച്ച് ഉത്തരം എഴുതുക. ഉത്തരം: തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ. ചോദ്യം 4. അവർ കല്ലറയുടെ അകത്ത് കടന്ന് നോക്കിയപ്പോൾ തങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേരെ കണ്ടപ്പോൾ എന്തു ചെയ്തു? ഉത്തരം: അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. ചോദ്യം 5. വിശുദ്ധ ലൂക്ക 24:5 അനുസരിച്ച് പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. ഉത്തരം: ജീവിച്ചിരിക്കുന്നവനെ. വിശുദ്ധ ലൂക്ക 24 അധ്യായം 4-5 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യേശുവിന്റെ പുനരുത്ഥാനം എന്ന ശീർഷകത്തില് ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. ചോദ്യം 6. വിശുദ്ധ ലൂക്ക 24:6-7 അനുസരിച്ച് പൂരിപ്പിക്കുക. മനുഷ്യപുത്രൻ ഡാഷ് എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. ഉത്തരം: പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ലൂക്ക 24:6-7 നമുക്ക് വായിച്ചു കേൾക്കാം. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. ചോദ്യം 7. ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: മഗ്ദലേന മറിയവും യോവാനെയും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും. വിശുദ്ധ ലൂക്ക 24 അധ്യായം 10 വാക്യം. യേശുവിന്റെ പുനരുത്ഥാനം എന്ന ശീർഷകത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. മഗ്ദലേന മറിയവും യോവാനെയും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. ചോദ്യം 8. സ്ത്രീകളിൽ നിന്നും ഇക്കാര്യങ്ങൾ കേട്ടതിനു ശേഷം എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടിയ ശിഷ്യൻ ആരാണെന്നാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: പത്രോസ്. ചോദ്യം 9. കല്ലറയിലെത്തിയ പത്രോസ് കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം: അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. ചോദ്യം 10. കല്ലറയിൽ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ട പത്രോസ് എന്തു ചെയ്തു? ഉത്തരം: സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. ചോദ്യം 11. വിശുദ്ധ ലൂക്ക 24:13 അനുസരിച്ച് പൂരിപ്പിക്കുക. ഡാഷ് അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഉത്തരം: ആ ദിവസം തന്നെ. ചോദ്യം 12. ആ ദിവസം തന്നെ അവരിൽ 2 പേർ എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നു എന്നാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് ഗ്രാമത്തിലേക്ക്. ചോദ്യം 13. വിശുദ്ധ ലൂക്ക 24:16 അനുസരിച്ച് പൂരിപ്പിക്കുക. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഡാഷ് അവരോടൊപ്പം യാത്ര ചെയ്തു.
ഉത്തരം യേശുവും അടുത്തെത്തി. വിശുദ്ധ ലൂക്ക 24 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്ന ശീർഷകത്തിൽ ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ചോദ്യം 14. എമ്മാവൂസ് എന്ന ഗ്രാമം ജെറുസലേമിൽ നിന്ന് എത്ര അകലെയാണ് എന്നാണ് വിശുദ്ധ ലൂക്ക 24 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം ഏകദേശം 60 സ്താദിയോൻ. ചോദ്യം 15. ക്ലെയോപാസും അവരനും ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത് ആര്? ഉത്തരം യേശു. ചോദ്യം 16. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്ത 2 പേരിൽ ഒരാളുടെ പേര് എന്താണെന്നാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ക്ലെയോപാസ്. ചോദ്യം 17. അവർ നസ്രായനായ യേശുവിനെ കുറിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്ക 24:19 രേഖപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. വിശുദ്ധ ലൂക്ക 24 അധ്യായം 19 വാക്യം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്ന ശീർഷകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ചോദ്യം 18. അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തത് ആരാണെന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും. ചോദ്യം 19. തങ്ങൾ നസ്രായനായ യേശുവിനെ കുറിച്ച് എന്ത് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞതായിട്ട് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ചോദ്യം 20. കല്ലറയിങ്കൽ പോയ സ്ത്രീകൾ ഞങ്ങളെ എന്തറിയിച്ചു എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു. ചോദ്യം 21. വിശുദ്ധ ലൂക്ക 24:25 അനുസരിച്ച് പൂരിപ്പിക്കുക. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഉത്തരം പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം. വിശുദ്ധ ലൂക്ക 24 അധ്യായം 25 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ചോദ്യം 22. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശു വ്യാഖ്യാനിച്ചു കൊടുത്തത് എന്താണ് എന്നാണ് വിശുദ്ധ ലൂക്ക 24:27 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം ശിഷ്യന്മാർക്ക് യേശു വ്യാഖ്യാനിച്ചു കൊടുത്തു. വിശുദ്ധ ലൂക്ക 24 അധ്യായം 27 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ചോദ്യം 23. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവനാകട്ടെ എന്തു ഭാവിച്ചു? ഉത്തരം യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. ചോദ്യം 24. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു, അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഉത്തരം ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു. ചോദ്യം 25. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണു തുറക്കപ്പെട്ട് തങ്ങളോടൊപ്പം യാത്ര ചെയ്തിരുന്നത് നസ്രായനായ യേശു ആണെന്ന് അവർ തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്?
ഉത്തരം അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ചോദ്യം 26. എമ്മാവൂസിലേക്ക് യാത്ര പോവുകയായിരുന്ന ശിഷ്യന്മാർ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് വിശുദ്ധ ലൂക്ക 24:31 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. വിശുദ്ധ ലൂക്ക 24-ാം അധ്യായം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്ന ശീർഷകത്തിൽ 31-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ചോദ്യം 27. എമ്മാവൂസിലേക്ക് യാത്ര ചെയ്തിരുന്ന ശിഷ്യന്മാർ അവനെ തിരിച്ചറിയുകയും അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തപ്പോൾ അവർ പരസ്പരം എന്തു പറഞ്ഞു? ഉത്തരം വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ചോദ്യം 28. വിശുദ്ധ ലൂക്ക 24-ാം അധ്യായം 1-ാം ശീർഷകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഏതാണ്? ഉത്തരം യേശുവിന്റെ പുനരുത്ഥാനം.